ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ യൂട്യൂബ് ചാനൽ. സോ നമ്മളിന്ന് വന്നിരിക്കുന്നത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. നമ്മൾ ന്യൂ ഇയറിന് എന്ത് വരും എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അയ്യോ, എനിക്ക് സങ്കടം വന്നിട്ടുമല്ല. നിങ്ങളിപ്പം ഞാൻ എൻ്റെ ലാസ്റ്റ് വീഡിയോ പാട്രിക് വീറ പൊട്ടിച്ച് മുങ്ങുന്ന വീഡിയോ ആണ് കണ്ട്. 10,000 കോയിനാ സേവ് ചെയ്ത് വെച്ചു. എന്തിനാ? ന്യൂ ഇയർ പാക്കിന് വേണ്ടി. എന്നിട്ട് ആ വിയറ എന്നൊരു നിങ്ങൾക്കറിയാം, അത് വാങ്ങിച്ചിട്ട് ഞാൻ ടി വി പോലും ഉപയോഗിക്കുന്നില്ല. കാരണം എനിക്ക് ബോക്സ് ടു ബോക്സ് ഓർക്കസ്ട്രേറ്റ് കോമ്പിനേഷൻ ഭയങ്കര സിങ്കാവും. ഡിസ്ട്രോയർ ഒരു ഡിഫൻസ് കൊട്ടുമായിരുന്നു. എൻ്റെ 10,000 കോയിനാണ് അവന്മാരെടുത്തിട്ട് വേറെ തന്നത്. ഒരു എപ്പിക്ക് കഴിഞ്ഞതിൽ 3 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം 10,000 കോയിൻ. 10,000 100 പ്ലേയേഴ്സിനെ എടുത്തിട്ടാണ് എനിക്ക് ഒരു എപ്പിക്ക് തന്നത്. ആ 10,000 ഇതിൽ സേവ് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ അയ്യോ, ഞാൻ ഈ ബേസിക്ക് വേണ്ടി ഭയങ്കര വെയിറ്റിംഗ് ആണ് ഗൈസ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? ഞാൻ കാണിച്ചു തരാം. എൻ്റെ മോൻ ഇതാ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. ബോൾ ക്യാരിങ് +5. നമുക്ക് വേണമെങ്കിൽ സ്ട്രൈക്കർ ഇൻസ്റ്റിൻറ്റ് കൊടുക്കാം. ആൾക്ക് മൊമെൻറ്റം ഡ്രിബ്ലിങ്ങും ബ്ലിറ്റ്സ്കേളുമാണ്. ഓ, ഇത് കണ്ടോ എൻ്റെ പോനെ. ഇത് വെറും മെസ്സി, ഇത് മിന്നൽ മെസ്സിയാണ്. ക്രിയേറ്റീവ് പ്ലേ മേക്കറാണ്. എനിക്ക് തോന്നുന്നു ഇയാൾക്ക് മറ്റേ മേസിങ് റണ്ണ്, നിങ്ങൾക്ക് ആ സ്കിൽസ് അറിയോ? എൻ്റെ AI സ്കിൽസ്, മേസിങ് റണ്ണ്, സ്പീഡിങ് ബുള്ളറ്റ്, ഇൻസസി റണ്ണ്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ, മിക്കവർക്ക് അറിയായിരിക്കും. അറിയില്ലെങ്കിൽ അത് നോക്കിയാണ് നിങ്ങൾ ശരിക്കും ടീമിൽ പ്ലേയേഴ്സിനെ ഇടേണ്ടത്, അല്ലെങ്കിൽ റൺ എടുക്കത്തൊന്നുമില്ല. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇതെന്തായാലും അങ്ങനത്തെ ഒരു പ്ലെയർ ആയിരിക്കും. അങ്ങനെ ആണെങ്കിൽ ഞാൻ ഇയാൾ എൻ്റെ റൈറ്റ് വിങ്ങിൽ ഇടാൻ പോകുന്നില്ല. ഞാൻ ഇയാളെ SSS CF ഇടാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ സ്പീഡും ഇതും കൂടെ കൂട്ടിയായിരിക്കും ഇടാൻ പോകുന്നത്. എനിക്ക് ഇയാളെന്ന് കളയട്ടെ. ഓക്കെ, ഞാൻ SS ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഫിനിഷിങ് എന്തായാലും ഞാൻ 92 കൊടുക്കും. ഡ്രിബിളിങ് ഞാൻ 99 കൊടുക്കും. ഇനി ഇവിടെ പിശിക്കേണ്ട കാര്യമില്ല, ഇയാൾക്ക് ഭയങ്കര പ്രോഗ്രഷനാണുള്ളത്. നമുക്കിത് 99 കൊടുക്കാം. പിന്നെ ഇതും ഒരു 90 എത്തിക്കാം. ബാക്കി എന്തെങ്കിലും പാസ് ഒരു 90 ഇരിക്കട്ടെ. ഓക്കെ, ബാക്കി ഒരു 4 ഉണ്ട്. 4 നമുക്ക് ഫിനിഷിങ് ഓൾറെഡി കൂടി കിടക്കാം അല്ലേ? നമുക്ക് ഫിസിക്കൽ കോൺടാക്റ്റിന് കൊടുക്കാം 77. അപ്പോൾ ഇവിടെ കുറച്ചും കൂടെ പിടിച്ചിരിക്കുമായിരിക്കും. ഗൈസ്, നമുക്കിതുകൊണ്ട് CF ആയിട്ട് വരെ ഉപയോഗിക്കാം. നല്ല മൊമെൻറ്റം ഡ്രിബിളിങ്, ബ്ലിറ്റ്സ്കേൾ നല്ല രസമായിരിക്കും കേട്ടോ. അയ്യോ, എനിക്ക് സങ്കടം പോന്നിട്ടില്ല. എൻ്റെ 10,000 കോയിൻ വീറപ്പാക്കി പോയി പൂജി. അടുത്തേക്ക് ഇതിൻ്റെ ഒക്കേഷനല്ലേ അല്ലേ? വീക്ക് ഫുഡ് യൂസേജ് ഒക്കേഷനലി വെരി ഹൈ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായേനെ. റെയർലി കുഴപ്പമില്ല. റെയർലി വരുമ്പോൾ നിങ്ങൾ ഔട്ട് സൈഡ് കളർ ഉണ്ടോ ഇയാൾക്ക്? ഇല്ല, ഔട്ട് സൈഡ് കളർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അയാൾ മറ്റിങ്ങനെ ഓപ്പോസിറ്റ് പാസ്, ലൈക്ക് ലെഗിൻ്റെ ഔട്ട് സൈഡ് വെച്ച് അവർ ഇങ്ങനെ കറങ്ങി പാസ് ചെയ്യും ഔട്ട് സൈഡ് കളർ. അത് നിങ്ങൾ സ്കിൽ ആഡ് ചെയ്ത് എടുത്താൽ നല്ലതായിരിക്കും. ഫിനിഷിങ്ങിനൊക്കെ ബെറ്റർ ആയിരിക്കും. ഗൈസ്, ഇതൊരു കിണ്ണം ബാക്കാണ്. നിങ്ങളാരും കറക്കാത്തൊരാൾക്കാരാണെങ്കിൽ മിനിമം നിങ്ങളെ കൊണ്ട് അധികം പറ്റില്ലെങ്കിൽ പോലും നിങ്ങളൊരു കുറച്ചെങ്കിലും വേണമെങ്കിൽ ചുമ്മാ ഒന്ന് എറിഞ്ഞു നോക്കിക്കോ. ഇതുവരെയായിട്ട് നിങ്ങൾ ആദ്യം കറക്കാത്ത ആൾക്കാരാണ്, നിങ്ങൾക്ക് ചിലപ്പോൾ പഠിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. നമുക്കപ്പോൾ കൂടെ വന്ന പാക്സും കൂടെ നോക്കാം. ബറേസി ഉണ്ട്. കറക്കി കൂട്ടുന്നത് ബറേസി കിട്ടിയ ഭയങ്കര ലാഭമാണ്. ബറേസി ഷട്ട് ഡൗൺ 3 നമുക്കൊരു 32 കൊടുത്ത് നോക്കാം. ഓ, എൻ്റെ ജമ്പ് നോക്കടാ, ഇവിടെ ഫിസിക്കലി നോക്കടാ. എടാ, ഇത് സെയിം പ്ലെയർ കേട്ടോ. എൻ്റെ മോനെ, ഇത് അല്ല 106 അല്ലായിരിക്കും കേട്ടോ. പുതിയ എപ്പിക്കൊക്കെ 107, 108 വരെ പോകുന്നുണ്ട്. അതിലും ഇത് ഈ സ്റ്റാച്ചിൽ കൂടുതൽ വരാൻ സാധ്യതയുണ്ട് കേട്ടോ ഗ്യാസ്. അപ്പം എനിക്കൊന്ന് 89 സ്പീഡൊക്കെ ആയിരിക്കും. ഇത് മൊത്തം 100 ആയിരിക്കും. ഡിഫെൻസീവ് എൻഗേജ്മെൻ്റ് ഉണ്ട്. എൻഗേജ്മെൻ്റ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഫിസിക്കൽ കോണ്ടാക്ട്, ഇവിടെ ഇതൊക്കെ ഇന്നും എൻ്റെ പോലും ഇവരെന്തോ ഉണ്ടാക്കി വിടുന്നത്. ഇയാൾ പിന്നെ കുഴപ്പമില്ല. ഇയാൾക്ക് തന്നെ അഡീഷണൽ സ്കില്ലല്ലേ? ഫോർട്രസ് അല്ലേ? ഓ, എഡ്ജിൽ ക്രോസിങ്. ഓക്കെ, ഫോർട്രസ് ഉപകാരമാണ്. പിന്നെ ഇയാൾ എൻ്റെ ഉണ്ട് ഫിനോമിൽ പാസ്. പക്ഷേ ഇയാളെ ചവിട്ടിയിട്ടുണ്ട് ഇപ്പം ഈ ഫുട്ബോൾ. അത് ഇടയ്ക്ക് ചവിട്ടും ഇടയ്ക്ക് പവറാക്കുമെന്ന് കേട്ടിട്ടില്ല. അത് പരിപാടി എത്രേ ഉള്ളൂ. നല്ലതാണ്. ഇത് കിട്ടുമെന്ന് നിങ്ങൾക്ക് അടിപൊളിയാണ്. ഇയാളെ മറ്റേ 2 CF ഒരാളെ ഇട്ടിട്ട് ഇയാളെ കൗണ്ടർ ടാസ്ക് ഇട്ടാൽ മതി. ഇയാൾ നന്നായിട്ട് പാസും കാര്യങ്ങളും കൊടുക്കും. പിന്നെ ഡെന്നിസ് ബെർഗ്കാമ്പ് കുറേ നാളായി വന്നിട്ട്. ഇയാളുടെ ഒരു നല്ല ബാക്ക് വരുന്നുണ്ട്. വിഷനറി പാസ് മാത്രം. പിന്നെ എറിക് എൻഡോണ, ഇത് മൂഡ് എൻഡോണയാണ്. ഫിനോമിൽ ഫിനിഷിങ്ങും മൊമെൻറ്റം ഡ്രിബ്ലിങ്ങും. അയാൾ ഇതൊരു ഫിസിക്കലും
ഫിനിഷിങ് കുറവാണ് കമ്പാരിറ്റീവ്ലി. ബ്രേക്ക് ത്രൂ എന്നുള്ള ഇതുള്ളതുണ്ടായിരിക്കുമല്ലോ. ഡ്രിബിൾ ചെയ്ത് അടിക്കുന്ന ആളാണ് അല്ലേ? മൊമെൻ്റ് ഡ്രിബിളിംഗ് അല്ലേ? ഫിനോമിനൽ ഫിനിഷിങ്. ക്രൂയിഫ്, ജോൺസ് അവർ ഓൾറെഡി പറഞ്ഞിരുന്നു. പിന്നെ നമുക്ക് പെട്ടെന്ന് നമുക്ക് നോക്കാം. നമുക്കിനി വന്നിരിക്കുന്ന റാഷ്ഫോർഡ്. ഞാൻ വെച്ചാൽ റാഷ്ഫോർഡ് CF ഇട്ടിരിക്കും. എന്തായാലും കെവിൻ ഡി ബ്രൂയിനെ കൊണ്ടുവന്നിട്ടുണ്ട്. കെവിൻ ഡി ബ്രൂയിനെ പാസിങ് അല്ലേ? ഓക്കെ, ഇറ്റ്സ് ഓക്കെ. നമുക്കൊരു സ്പീഡ് 85 ഇയാൾ അധികം ബൂസ്റ്റർ കൊടുക്കാൻ മാത്രമൊന്നും ഇല്ലായിരിക്കുമേ. ഒന്ന് നോക്കാം എത്ര, ഒരു 26 കൊടുത്ത് നോക്കാം. ഇതൊക്കെ ആയിരിക്കും ഫ്രീ. നമുക്ക് ആക്യുറസി കൊടുക്കാം. ആക്യുറസി കൊടുത്തു കഴിയുമ്പം ഇതൊക്കെ ആയിരിക്കും ഡിബ്രൂവിൻ്റെ സ്റ്റാച്ചോടെ. നല്ല പാസിങ് സ്റ്റാച്ചറാ. ഹിറ്റ് മൂന്ന് 91 80 ഫിനിഷിങ് അല്ല, കുഴപ്പമില്ല. അത് അടിക്കുമ്പോൾ കയറിക്കോളും. സ്പീഡും തിരക്കേണ്ടില്ല, കുഴപ്പമില്ല. കളിച്ച് സെറ്റ് ആവാൻ. റാഷ്ഫോർഡ് എന്താ അതെനിക്ക് അയാളുടെ സ്കില്ല് നോക്കിയില്ല. അവിടെ ഫിനോമൽ പാസ് വേറെ ഒന്നുമില്ല. അവിടെ ഫിനോമൽ പാസ് കിട്ടില്ലടാ. ഞാൻ പണ്ട് ഇയാൾക്ക് ഫിനോമൽ പാസ് വരണമെന്ന് ആഗ്രഹിച്ചു. ഇത് ആസിലറേഷൻ ബെർസ്റ്റ് അല്ലേ? അയ്യോ, ഡിസ്കുകളാണെങ്കിൽ ഇയാൾ ഉറപ്പായിട്ടും കുറേ പേര് തൂക്കിയാണ്. അജിലിറ്റിയാണ് ഇയാളുടെ മെയിൻ സാധനം. ഇയാളെ CF ആയിട്ട് ഉപയോഗിക്കാൻ തോന്നുന്നല്ലേ? ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നമുക്ക് സെറ്റ് ലെവൽ ക്യാപ്പ് ആയിരുന്നു. അത് നമ്മൾ ഒരു 27 കൊടുക്കാം, 27-26 കൊടുക്കാം. അപ്പോൾ ഗൈസ് ഇതായിരിക്കും സാധനം. അപ്പോൾ ഇയാളെ CF ട്രൈ ചെയ്യാൻ പറ്റും. എനിക്ക് ഈ റാഷ്ഫോർഡ് CF ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുഴപ്പമില്ല കേട്ടോ, കുഴപ്പമില്ല, കളിക്കും. ബാലൻസ് ഉണ്ട്, ബോഡി ബാലൻസ് ഉണ്ട്. ഇനി ഡീൻ ഹുജീസൺ, ഇത് 27 വില കൊടുക്കുക. ഡീൻ ഹുജീസൺ ഉള്ളടാ നല്ലതാണല്ലോ, അവയർനെസ് ഒക്കെ ഉണ്ട്. 103. ചിലപ്പോൾ 103 ഉണ്ടാവില്ല, ചിലപ്പോൾ കുറച്ച് സ്റ്റാച്ച് കുറവായിരിക്കും. അപ്പം ബിൽഡപ്പ് ക്രിയേറ്റീവ് പ്ലേന്ന് തരല്ലേ. അപ്പോൾ കിടിലൻ പാക്കുകളൊക്കെ വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതിലെന്തായാലും ഇൻവെസ്റ്റ് ചെയ്തു കേട്ടോ. ഇതുകൊണ്ടാണ് ഇത് മോൺസ്റ്ററാണ്. അടുത്ത ഒരു കൊല്ലത്തേക്ക് ഇത് മോൺസ്റ്ററാണ്. 1-2 കൊല്ലത്തേക്ക് ഒന്നും നോക്കാനില്ല. ഞാനാണ് മെസ്സിയുടെ ഭയങ്കര ഫാനാണ്. അപ്പോൾ വരുന്നതെല്ലാം പുതിയ കറക്കി എടുക്കുന്നേ. എൻ്റെ ഓൾറെഡി ഇഷ്ടംപോലെ മെസ്സിയുണ്ട്, പക്ഷേ ഇത് ഞാൻ കറക്കി എടുക്കും. ഇത് സീനാണ്. എന്തായാലും പൊളിയാണ് ഗൈസ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങളെന്തായാലും നോക്കുക. നിങ്ങളപ്പം ഇത് എത്ര 1-ാം തീയതി അല്ലേ? അപ്പോൾ ഇത് 1-ാം തീയതി പാക്ക് വരും. 1-ാം തീയതി നമ്മുടെ ന്യൂ ഇയർ ഗിഫ്റ്റും വരും. ഓക്കെ, സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.